ഇപ്പം നമുക്ക് ജോർജിയ വരെ ഒന്ന് പോയിട്ട് വന്നാലോ. ഇത് നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ദുബായിൽ നിന്ന് ജോർജിയയിൽ പോയിട്ട് വന്നിട്ടുള്ളൊരു യാത്രയുടെ 1/1 ആയിട്ടുള്ള പാർട്ട് 1 ആണിത്. അപ്പോൾ ഞാനിതിൽ വിശദമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് എയർ അറേബ്യയിലെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് ബസ്സിൽ അബുദാബിയിലെത്തി. അപ്പം ലോഞ്ച് ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് സെറ്റായിട്ട് ഫ്ലൈറ്റ് ചെക്ക് ചെയ്ത് കയറി സെറ്റായി. അബുദാബി ടു ജോർജിയ 3 hours യാത്രയുണ്ട്. അപ്പം നമ്മളിപ്പം എയർ അറേബ്യയിൽ ടിക്കറ്റ് എടുത്തത് കൊണ്ടിട്ട് ടിബിലിസിലോട്ടാണ് പോകുന്നത്. അതല്ല വിസേറിൽ നിന്നാണെങ്കിൽ കുട്ടീസിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ടിബിലിസി ഫുൾ കറങ്ങിയിട്ട് കുട്ടീസ് വേറൊരു ട്രിപ്പായിട്ട് പോകാം എന്നൊരു രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പൈസ, അതായത് ഇപ്പം ജോർജിയയിൽ ലാറി അല്ലെങ്കിൽ ജെല്ല് അവിടുത്തെ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, നമ്മൾ കറൻസി ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് നമുക്ക് എത്രയാണെന്നുള്ളൊരു എമൗണ്ട്, ഒരു ബഡ്ജറ്റ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഡോളറിൽ കൺവേർട്ട് ചെയ്ത് ഇവിടെ കയ്യിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് ജോർജിയ എത്തിയതിന് ശേഷം ഡോളറിനെ അവിടുത്തെ ലാറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനലുകളും കുറേ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫൈനലി ഇങ്ങനെ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വിസ അറൈവലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിസയുടെ കാലാവധി 6 months എങ്കിലും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിസ ഓൺ അറൈവൽ കിട്ടത്തില്ല. അപ്പം അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അതുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വിസ സെപ്പറേറ്റ് അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ 5 days തന്നെ നമുക്കത് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടെൻഷനൊന്നുമില്ല. പെട്ടെന്ന് 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ മുൻകൂട്ടി അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എയർപോർട്ടിൽ അവർ നമ്മളടുത്ത് ചോദിച്ചായിരുന്നു, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പേപ്പറൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം എയർപോർട്ടിൽ ഓരോ ആൾക്കാരെ പോലെ ഇരിക്കും. ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പക്ഷെ നമ്മളടുത്ത് അവർ കറൻസി ചോദിച്ചായിരുന്നു. ഹോട്ടലിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ച് നേരം നിർത്തി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഓക്കെ ആക്കി വിട്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ജോർജിയയിലോട്ട് പോകുമ്പോഴത്തേക്കും ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സിറ്റിയുടെ അടുത്ത്, അതായത് നമ്മുടെ പീസ് ഓഫ് ബ്രിഡ്ജ് സിറ്റിയുടെ ഏറ്റവും അടുത്തായിട്ട് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുക, റേറ്റിംഗ് നോക്കിയിട്ട്. അതാകുമ്പോൾ മിക്ക ലൊക്കേഷനുകളും നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടാക്സിക്ക് പോകാം. അപ്പോൾ വളരെ അടുത്തുള്ളൊരു ലൊക്കേഷനിൽ നിങ്ങൾ ഹോട്ടൽ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് എല്ലായിടവും കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പം ടാക്സി യൂസ് ചെയ്യാം, റെൻ്റ് കാർ വേണ്ട എന്നൊരു ഓപ്ഷനാണ് എടുത്തത്. അതല്ല നിങ്ങൾക്ക് റെൻ്റ് കാർ ഓപ്ഷൻ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മളിപ്പം കുട്ടേസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ റെൻ്റ് കാറായിരിക്കും കൂടുതൽ ബെറ്റർ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല എടുത്തത്. നമ്മളിപ്പം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ഓർഡനാണ് നമ്മളെടുത്തത്. നമ്മുടെ പീസ് ഓഫ് ബ്രിഡ്ജ് മെയിൻ സിറ്റിയുടെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ കാര്യമൊക്കെ ഹോട്ടലിൽ നമ്മൾ റേറ്റിംഗ് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മളവിടെ പോയി ഫുൾ 4 days സ്റ്റേ ചെയ്തു. അപ്പം എക്സ്പീരിയൻസ് എല്ലാം നല്ലതായിരുന്നു. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടിട്ടും ഹോട്ടൽ നല്ല ഹോട്ടലാണ്. ഓവറോൾ എക്സ്പീരിയൻസ് എല്ലാം സൂപ്പർബായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളും ക്ലൈമറ്റും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇപ്പം ഇവിടുന്ന് മോർണിംഗ് തിരിച്ചെങ്കിലും അവിടെ എത്തി ഉച്ചയായി. അപ്പോൾ ഉച്ചയ്ക്ക് ഹോട്ടലിലെത്തി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾക്ക് ബാക്കി അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങാം എന്നൊരു പ്ലാനിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം അവിടെ വെച്ചൊന്ന് സെറ്റായിട്ട് നമ്മളൊന്ന് അതിനടുത്ത് തന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന്
എയർപോർട്ട് ടാക്സിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് 60 ലാറിയാണ് ആയത്. അപ്പോൾ നമ്മൾ ഡ്രൈവറിനോട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകുന്ന കുറച്ച് ദൂരമേ. കിങ് അലി ഹൗസ് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടായിരുന്നു ഫസ്റ്റ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ജോർജിയയിൽ മെയിനായിട്ടും എല്ലാവരും പോകുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യേണ്ട കുറച്ച് 1, 2, 3 ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് കിങ് അലി എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, കിങ് അലി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ മെയിനായിട്ടുള്ളൊരു കിങ് അലി ഹൗസ് എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു. ഫുഡെല്ലാം വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം വേറൊരു കാര്യം, നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരു ചിക്കൻ സൂപ്പും കിങ് അലിയും പിന്നെ കച്ചാപ്പൂരിയും കിങ് അലിയൊക്കെ നമ്മൾ ജോർജിയ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എല്ലാവരും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഐറ്റംസാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അവിടുത്തെ ഫുഡെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോഴത്തേക്കും നമ്മളടുത്ത് അവിടുത്തെ പുറത്തുള്ള ആൾക്കാർ നമ്മൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ഒരു ടാക്സിയിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും എത്ര രൂപ ആകുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കയറാവൂ. ഇല്ലെങ്കിൽ അവർ നമ്മളെ പറഞ്ഞ് പറ്റിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു അബദ്ധത്തിലൊരു കാറിൽ കയറിയിട്ട് അവർ കറക്റ്റ് ഒരു എമൗണ്ട് പറയുന്നില്ല, അവരിങ്ങനെ ഉഴപ്പം മട്ടിലിങ്ങനെ നമ്മളെ പുഷ് ചെയ്ത് അതിൽ കയറ്റാനുള്ള ശ്രമമായിരുന്നു. അപ്പം നമ്മൾ കയറി വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഒരു റേറ്റ് കൂടുതലാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ്. പിന്നെ എയർപോർട്ടിൻ്റെ തന്നെ ടാക്സി ഉണ്ടെന്ന് മനസ്സിലാവുകയും, പക്ഷേ അതും എമൗണ്ട് കൂടുതലാണ്. എന്നാലും നമ്മൾ ഫസ്റ്റ് ചെന്ന് ഇറങ്ങുന്നത് കൊണ്ടിട്ട് ടാക്സി എടുക്കുന്ന ഒരാളെന്ന നിലയിൽ കുഴപ്പം, ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് ഹോട്ടലിൽ എത്താൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ള ഡോളറിന് ലാറിയായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അറൈവ് ചെയ്യുന്ന സ്ഥലത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കില്ല ഡിപ്പാർച്ചർ സ്ഥലത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ്. നമ്മളപ്പം ഡിപ്പാർച്ചറിൽ പോയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പം അവിടെ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് എമൗണ്ട് നമ്മൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിറ്റിയിലോട്ട് വരികയാണെങ്കിൽ എമൗണ്ട് എല്ലാം വളരെ കുറവാണ് കേട്ടോ. എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളിലും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ സിം എടുക്കുന്നതിലും എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ സിം എടുത്തില്ല. നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് സിറ്റിയിൽ തന്നെ ഇപ്പം ഈ കാർഫോറിൻ്റെ അടുത്ത് അവിടെ നിന്നാണ് നമ്മൾ സിം എടുത്തത്. അപ്പോൾ നമ്മൾ കാർഫോറിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പീസ് ഓഫ് ബ്രിഡ്ജും ആ ഒരു ഏരിയയൊക്കെ കവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാം നടന്ന് പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് സിം എടുക്കുന്നതിനും 15 ലാറിയാണ് ആയത്. പക്ഷേ അത് എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 35 സംതിങ് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പട്ടികളെ കാണാൻ പറ്റും കേട്ടോ. നല്ല വലിയ കനമുള്ള തോന്നിയ രോമങ്ങളൊക്കെ ഉള്ള അവിടുത്തെ ക്ലൈമറ്റിൽ അവർക്ക് ജീവിക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള പട്ടികൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷേ അവരൊക്കെ എല്ലാം വാക്സിനേറ്റഡ് ആണ്. അവരുടെ എല്ലാം ചെവിയിൽ ഇങ്ങനെ വാക്സിൻ്റെ സ്റ്റാമ്പൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ കണ്ടു. നമ്മളങ്ങനെ ഇങ്ങനെ നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് പോവുകയായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ടൂർ പാക്കേജുകൾ 1 ഡേ പാക്കേജ് എടുക്കാം എന്നൊരു പ്ലാനിലാണ് പോയത്. നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ഇന്ന സ്ഥലങ്ങൾ കാണണമെന്ന ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ടൂർ പാക്കേജുകൾ എടുക്കാം എന്നുള്ള ഇതിലാണ്. അപ്പം ഇഷ്ടംപോലെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇങ്ങനെ ബോർഡുകളും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, പാക്കേജുകൾ വേണം 3 ചോദിച്ചും കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് അവരുടെ സംസാരിച്ചിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവർ പറയുന്ന റേറ്റ് കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയപ്പോൾ വഴിക്ക് ഒരാളിനെ കണ്ടു, സംസാരിച്ചപ്പം പുള്ളിക്കാരൻ ഫുൾ സിറ്റി ടൂറും അതുപോലെ തന്നെ ബോട്ടിങ്ങും, പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ അവിടെ നദിയിൽ ബോട്ടിങ്ങും കൂടി പറഞ്ഞിട്ട് നമ്മളടുത്ത് ഫസ്റ്റ് പറഞ്ഞത് 80 ലാറിയാണ്. അവസാനം പറഞ്ഞിട്ടത് 2 പേർക്ക് 60 ലാറിക്ക് തന്നു. പക്ഷേ അത് നമുക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ആ ഒരു ബോട്ടിങ് മാത്രമേ ഉള്ളൂ. ആ നദിയിൽ കൂടെ ഫുള്ളൊരു ബോട്ടിങ്, ഒരു 50 മിനിറ്റ്സ്
ഉണ്ടായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ ഒരു 660 ലാറിക്ക് അത്ര വർത്തായിട്ട് തോന്നിയില്ല നമുക്കപ്പോൾ. അത് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു, വലിയ തിരക്കും കാര്യങ്ങളൊന്നും. അപ്പം നമ്മൾ സത്യത്തിൽ നമ്മൾ കേബിൾ കാറിൽ മദർ ഓഫ് ജോർജിയ കാണാൻ പോകും. അപ്പോൾ ഈ പീസ് ഓഫ് ബ്രിഡ്ജും ഈ ഏരിയയെല്ലാം നമുക്ക് താഴെ കാണാൻ പറ്റും എന്നൊരു പ്ലാനിലായിരുന്നു പോയത്. അപ്പോഴത്തേക്കും കേബിൾ കാർ എന്തോ ഇഷ്യൂ വന്നിട്ട് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ അങ്ങനെ റെഡി ആവുള്ളൂ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ നമ്മുടെ 3rd ഡേ ആയപ്പോഴത്തേക്കും കേബിൾ കാർ ഓക്കെ നമ്മളങ്ങനെ കയറിയായിരുന്നു. പക്ഷേ അപ്പം നമുക്കത് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ആക്ടിവിറ്റീസ്, ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുന്നത് നടക്കുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത ദിവസം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിങ്ങളിപ്പം ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെയെല്ലാം വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമേ ആ ദിവസം ഇന്നത് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് തലേ ദിവസമേ നിങ്ങളത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം ഇന്നത് ഇവിടെ ഓപ്പൺ ആണോ എന്നുള്ളത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ മഴ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലുള്ള ബോട്ടിങ് യാത്രയെല്ലാം കൊള്ളായിരുന്നു. ഇങ്ങനെ സൈഡിൽ അവിടുത്തെ ഒരു നദിയുടെ ഇതും പിന്നെ ഇവിടുത്തെ ഒരു സ്ട്രക്ചറും രീതികളെന്ന് പറയുമ്പോഴത്തേക്കും നദിയിലോട്ടൊക്കെ ഇറക്കിയിട്ടാണ് ബിൽഡിങ്ങുകളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതായിട്ട് തോന്നി. നമ്മൾ എത്തിയ അന്നത്തെ ദിവസം കുറച്ച് മഴയൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ടിട്ടാണ് കുറച്ചുകൂടെ തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളപ്പം ഇങ്ങനൊരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴത്തേക്കും അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിൽ നിങ്ങൾ ഒരിതും ഉപേക്ഷയും വിചാരിക്കരുത്. നമുക്ക് യൂസ് ചെയ്യുന്ന ഷൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ജാക്കറ്റ് ആണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തെർമലായിട്ടുള്ള തെർമൽ സോക്സൊക്കെ ഉറപ്പായിട്ടും വാങ്ങണം. അതുപോലെ തെർമലായിട്ടുള്ള അതിൻ്റെ വെയേഴ്സും ഉറപ്പായിട്ടും കരുതിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവിടെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളാണ് ഈ നിൽക്കുന്ന ആൾ. അതുപോലെ നമ്മൾ ഈ ബോട്ട് റൈഡിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈൻ ടേസ്റ്റിംഗ് കൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ഈ വൈൻ കാര്യങ്ങളൊക്കെ. ചാച്ചയൊക്കെ ഭയങ്കര സുലഭമായിട്ട് എവിടെ പോയാലും കാണാൻ പറ്റും എല്ലാത്തരം ഇത്. അപ്പം അത് ടേസ്റ്റിങ്ങും കൂടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതിയെ നടന്നിട്ട് പീസ് ഓഫ് ബ്രിഡ്ജിൽ വന്ന് കയറി അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി കണ്ടു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് മദർ ഓഫ് ജോർജിയാണ്. അപ്പം നമ്മുടെ കേബിൾ കാറിൽ പോകാമെന്നുള്ള പ്ലാനിൽ അപ്പം നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് വർക്കിംഗ് അല്ല എന്ന് കണ്ടത് കൊണ്ടിട്ട് നമുക്ക് ഇനി അന്നത്തെ ദിവസം നമുക്ക് അറിയില്ല ഇനി അപ്പം നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇത് ഓപ്പൺ ആവുമോ. എന്തായാലും അവിടെ പോയിട്ട് മദർ ഓഫ് ജോർജിയ കാണാതെ പോകുന്നത് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ കരുതി എന്നാൽ പിന്നെ നമുക്ക് നടന്നു പോവാം, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിൽ ഇപ്പം നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് എല്ലാ കാഴ്ചകളും പുതിയ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ സിമ്മൊക്കെ എടുത്ത് നെറ്റൊക്കെ റെഡിയാക്കി മാപ്പിട്ടിട്ട് പതിയെ നടന്ന് നമുക്ക് മുകളിലോട്ട് മദർ ഓഫ് ജോർജിയ കുറച്ച് മുകളിൽ ഉയരത്തിലാണ്, മലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് നടന്ന് പോകാം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ പതിയെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഉച്ചയായിട്ടാണ് സൈഡ് സീയിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഡേയ്സിൽ നമ്മുടെ പ്ലാന് മദർ ഓഫ് ജോർജിയ കാണുക, പീസ് ഓഫ് ബ്രിഡ്ജ് കാണുക, അതുപോലെ അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അതും ഈ ഓൾഡ് സിറ്റിക്കുള്ളിലാണ്. ഇപ്പോൾ ഇത് ജൂബിലിസിയിലെ തന്നെ ഓൾഡ് സിറ്റി ഏരിയയാണ്. അപ്പം ആ ഒരു ഏരിയക്കകത്താണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഉള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് പ്ലാന്. അത് കഴിഞ്ഞിട്ട് അതിനടുത്ത് നിന്നുള്ളൊരു ബസാറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നൈറ്റൊക്കെ ആവും, നൈറ്റ് വ്യൂ എല്ലാം കണ്ട് തിരിച്ച് ഹോട്ടലിൽ പോവുക എന്നൊരു പ്ലാനാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇട്ടേക്കുന്നത്.
അപ്പോൾ അതിനിടയിലാണ് നമുക്ക് എക്സ്ട്രാ നമ്മൾ ഈ നടന്നു പോക്കും വന്നിട്ട് കുറച്ച് സമയം എക്സ്ട്രാ അങ്ങനെ നമുക്ക് പോയി. പക്ഷേ നടന്നു പോയെങ്കിലും അത് നല്ലൊരു രസമുള്ള യാത്രയായിരുന്നു. കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നടന്നു പോയി കാണാം. അപ്പോൾ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും വീടുകളും ആൾക്കാരും ഒക്കെ നമുക്ക് കണ്ട് പോകാനായിട്ട് പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങ് മുകളിൽ കാണുന്ന അതാണ് മദർ ഓഫ് ജോർജിയ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട്, ഇതെല്ലാം വീടുകളാണ്. എല്ലാത്തിൻ്റെയും ബാൽക്കണി ഇങ്ങനെ പുറത്തോട്ട് എക്സ്ട്രാ ഒരു രീതിയിലാണ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ കയറി പോകുന്ന പടികളാണെങ്കിൽ തന്നെ നല്ല വലിയ പാറകൾ, അത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇരുമ്പ് കമ്പികളാണ്. എത്രയെങ്കിലും വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, പണിതിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമുക്കിങ്ങനെ ആ ഒരു ടിബിലിസി എന്ന് പറയുന്ന ആ ഒരു ഫുൾ ലൊക്കേഷൻ, ഓൾഡ് സിറ്റി നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമുക്ക് പീസ് ഓഫ് ബ്രിഡ്ജും അതുപോലെ ഓൾഡ് ട്രിനിറ്റി ചർച്ചും ഒക്കെ നമ്മൾ ആ ട്രിനിറ്റി ചർച്ചിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്, നമ്മുടെ സ്റ്റേയും. അപ്പം നമ്മളങ്ങനെ കണ്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതായിരുന്നു ഈ ഒരു പൂവ്. ഇങ്ങനെ അതൊരു വള്ളിയിൽ നിന്ന് ഇങ്ങനെ നിറയെ പൂവിങ്ങനെ പടർന്ന് നിൽക്കുവാണ്. അത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷേ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി മദർ ഓഫ് ജോർജിയയുടെ ആ മുകളിലെത്തി. അവിടെ നിന്നുള്ള വ്യൂവും അവിടെ നിൽക്കുമ്പോഴുള്ള കാറ്റും ഒക്കെ നല്ല രസമാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു. ഫുള്ള് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഉറപ്പായിട്ടും അവിടെ ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ കാലിഫോർണിയ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. ഇത് വന്നിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളതാണ്. നമ്മൾ ഓറഞ്ചിൻ്റെ അല്ലിയുടെ കുഞ്ഞു കുഞ്ഞു തരികളില്ലേ, അപ്പോൾ അതിങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫുൾ ഓൾഡ് സിറ്റി ടിബിലിസി ഫുള്ളിങ്ങനെ നോക്കി കാണുമായിരുന്നു. എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും മല കയറി വന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ താഴോട്ട് നമുക്ക് ടാക്സി വിളിച്ച് പോകാമെന്ന് കരുതി. ഇനി താഴോട്ട് നടന്നിറങ്ങാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, അപ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലോക്ക് ടവർ കാണാൻ പോവാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനിയിപ്പം നടന്ന് ഇങ്ങോട്ട് മുകളിൽ വരെ കയറി വന്നത് കൊണ്ടിട്ട് ഇനി വീണ്ടും നടന്നിറങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ടിട്ട് ടാക്സി വിളിച്ച് പോവാം എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇതിനടുത്ത് തന്നെയായിട്ട് നരിക്കല ഫോർട്രസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാണാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്തോ ക്ലൈമറ്റും ഇഷ്യൂ, മഴ ആയതുകൊണ്ടിട്ടോ എന്തോ പണി നടക്കുന്നത് കൊണ്ടിട്ടോ അന്ന് അത് കാണാനായിട്ട് അവിടെ അവർക്ക് പോകാനായിട്ട് ആൾ കയറ്റി വിടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അതന്ന് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പം നമ്മുടെ കാറും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 6 ലാറിക്ക് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് നമ്മൾ ടാക്സിയിൽ പോയി. പിന്നെ ഇനി അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഓരോ മണിക്കൂർ ആ ക്ലോക്ക് ടവറിൻ്റെ അവിടെ പ്രത്യേകത നടന്നത്, നമ്മൾ ഓരോ മണിക്കൂർ ആകുമ്പോഴത്തേക്കും ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാലാക്ക് പോലെ ഉള്ളൊരു പെങ്കുഞ്ച് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് മണിയിലിങ്ങനെ എത്രയാണോ ടൈം അത്രയും തവണ മണി അടിക്കും. അതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ പ്രത്യേകത. അപ്പോൾ അതങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇരുട്ടായി. അപ്പോൾ നമുക്ക് അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകാനുള്ള സമയമായി. വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പാണെങ്കിലും നല്ല തണുപ്പുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇപ്പം അത് ഓപ്പണായിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ആ മണിയിലേക്ക് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും കണ്ടിട്ട് നമ്മൾ ടാക്സി വിളിച്ചിട്ട് മൈതാൻ ബസാർ, അതായത് മൈതാൻ സെൻറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ പസനൗരി എന്നും പറഞ്ഞിട്ടുള്ളൊരു, അതും നല്ലൊരു ഹോട്ടൽ റിവ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് തിരിച്ച് നടന്നു പോയി.